ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ഊർജിത ശ്രമം. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറ്റോർണി ജനറൽ തേടി. നയതന്ത്ര ചർച്ചകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കൂടിയാലോചനകൾ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇനിയുള്ള 3 ദിവസങ്ങളിൽ ഇന്ന് വെള്ളിയാഴ്ചയും ശനിയും ഞായറും ഉപയോഗിച്ചുകൊണ്ട് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലുള്ളത്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഭർത്താവ് ടോമി തോമസിന്റെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഇപ്പം ഇന്നലെ ഞാൻ വന്ന് ഗവർണർ സാറിനെ കണ്ടായിരുന്നു, ചാണ്ടി ഉമ്മൻ സാറും ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു റിക്വസ്റ്റ് ചെയ്തു, അതുപ്രകാരം എനിക്ക് കാണാനൊരു അവസരം ഒരുക്കി. അങ്ങനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് കാര്യങ്ങളിൻ്റെ അത് ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൽഹിക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേർന്നു. ബൽറാം, ഈ യമൻ സർക്കാർ പറഞ്ഞ ഇതനുസരിച്ചാണെങ്കിൽ ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് കുറച്ച് ദിനങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഊർജിതമായ ശ്രമം നടത്തേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് മോചനദ്രവ്യം അടക്കം നൽകിക്കൊണ്ടുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ അത്തരത്തിൽ മോചനം തേടുമെന്ന ഒരു സാധ്യതകൾ തേടുന്നു. മറുഭാഗത്ത് നയതന്ത്ര ഇടപെടൽ, ഇതിന് കോടതിയുടെ ഇടപെടൽ കൂടി. നമ്മുടെ മുമ്പിൽ ഇനി എന്തൊക്കെ സാധ്യതകളാണ് ഈ കുറച്ച് ദിവസത്തിനുള്ളിലുള്ളത്? സുഹൈൽ, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അല്ലെങ്കിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ മോചനം ഉറപ്പാക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ വിവിധ കോണുകളിൽ നടക്കുന്നു. പ്രധാനമായും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ ഇടപെടലായിരുന്നു സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി. കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്ത ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന് വിദേശകാര്യ മന്ത്രാലയം കോടതിയിൽ തിങ്കളാഴ്ച അറിയിക്കണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയുടെ ഓഫീസ് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടുകയും ഈ വിഷയത്തിൽ ജൂലൈ 16-ന് വധശിക്ഷ നടപ്പാക്കും എന്ന റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ വിഷയത്തിൽ എന്തെല്ലാം തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ നടത്തിയെന്ന കാര്യം ആരാഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. വിഷയത്തിൽ ഇതുവരെയും ഈ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ഒരു അറിയിപ്പോ അല്ലെങ്കിൽ സ്ഥിരീകരണമോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് വ്യക്തമാവുക. അതേസമയം നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിനുള്ള മറ്റ് സാധ്യതകളും തേടുന്നുണ്ട്. അതിൽ ഏറ്റവും നിർണായകമാണ് ഈ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു യമനിൽ വ്യവസായമുള്ള ഒരു മലയാളിയും വിഷയത്തിൽ ഇടപെടാമെന്നും സർക്കാരും അല്ലെങ്കിൽ മറ്റധികൃതരുമായി ഈ വിഷയം ചർച്ച ചെയ്യാം എന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വയം മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം. സമാനമായി തന്നെ സൗദി അറേബ്യ, ഇറാൻ എന്നീ സർക്കാരുകളുമായുള്ള ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ എല്ലാ വിധത്തിലുമുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് മുന്നിൽ നിയമപരമായ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളത് ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾ മാപ്പ് നൽകുക എന്നുള്ള വഴിയാണ്. അത് ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകുക എന്നുള്ളതാണ് ഈ യമനിലെ നിയമം അനുശാസിക്കുന്ന വിഷയം. ഈ ദയാധനം സംബന്ധിച്ചുള്ള വാഗ്ദാനം അവർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ അനുനയിപ്പിക്കുക, ഈ ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാക്കുക എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്ന വഴി. അതിന് നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ ഉൾപ്പെടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിനും ഈ ഒരു ചർച്ചയ്ക്കുള്ള അവസരം ഒരുക്കുക, പണം കൈമാറ്റത്തിനുള്ള അവസരം ഒരുക്കുക എന്നീ 2 കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. സുഹൈൽ.